കാലടി വഴിയാണോ യാത്ര? എന്നാൽ പിന്നെ രാഹുകാലമൊന്നും നോക്കണ്ട കേട്ടോ, 2 മണിക്കൂർ മുമ്പേ ഇറങ്ങിക്കോ. ആ വണ്ടിയുടെ ഡോറൊക്കെ ശരിക്ക് അടച്ചിട്ടുണ്ടോ, സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അല്ലെങ്കിൽ കുഴിയിൽ ചാടുമ്പോൾ റോട്ടിലേക്ക് വീഴാതെ പിടിച്ചിരുന്നോണം. പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ പാലത്തിൽ കയറുമ്പോൾ വലത്തോട്ട് നോക്കിയ കൃഷ്ണഭഗവാനെയും ഇടത്തോട്ട് നോക്കിയ ശബരിയെയും കാണാം. ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ച് പിടിച്ചിരുന്നോ എല്ലാവരും? ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദിവസവും ഉള്ള സംഭവങ്ങളാണ്. കുഴികൾ നന്നാക്കും, അത് പൊളിഞ്ഞു പോകും. പാലത്തുമ്മേക്കടെ പോകാൻ ഒരു നിവൃത്തിയില്ല, കാലിൽ വണ്ടി ഓടിക്കാൻ ഒരു നിവൃത്തിയില്ല. ചെറിയ വണ്ടിക്കാർക്കും വലിയ വണ്ടിക്കാർക്കും ഒരുപോലെ ബാധിക്കുന്നു. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ച് ഇത് വളരെയേറെ പ്രശ്നമാണ്. അരി മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതായത് കാലടിയിലെ ബ്ലോക്ക് ഇപ്പോഴും വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ കുഴികൾ എത്ര പ്രാവശ്യം അടച്ചിട്ടാണ് നിൽക്കുന്നില്ല. കാരണം അടയ്ക്കൽ താൽക്കാലികമായിട്ടുള്ള അടവ് കാരണം കൊണ്ട് ഈ സാധനം ഒന്നടയ്ക്കും, അപ്പോൾ തന്നെ അത് പോവുകയാണ്. ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് ഇവിടെ ചെറിയ ബ്ലോക്കൊക്കെ പറ്റി ഇത് അടച്ചത്. അത് വീണ്ടും കുഴിയായിക്കൊണ്ടിരിക്കുകയാണ്. കാലടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റോട്ടിൽ കൂടെ നടക്കാനോ ഇരുചക്ര വാഹനത്തിന് പോകാനോ യാതൊരു നിവൃത്തിയില്ല. അതേപോലെയാണ് റോഡിൻ്റെ ശോച്യാവസ്ഥ. എവിടെ നോക്കിയാലും കുഴിയും തോടും ഉള്ളൂ.